മെമ്പർമാര് തന്നെ വഴിക്ക് വഴി ഇങ്ങനെ പറയട്ടെ നിങ്ങളുടെ ഓരോ കളവുകളും. എന്നിട്ട് തീരുമാനിച്ചോളിൻ, റെക്സോണ മതിയോ, ഷാമ്പു വേണോ, വേറെന്താ കൊടുക്കേണ്ടത്, ആകെ ഇടിച്ചു വരക്കേണ്ടതുണ്ടോ, എന്താ ചെയ്യേണ്ടതൊക്കെ ബാക്കി നിങ്ങൾ കേട്ടിട്ട് തീരുമാനിച്ചോളിൻ. അത് കേൾക്കാൻ പോവുകയാണ്. ഓരോന്ന് വരട്ടെ. മർക്കസ് കോംപ്ലക്സ് 5 കോടിക്ക് പണയം വെച്ചിട്ട് അഖിലേന്ത്യാ വിഘടകൻ വല്ലാഹി പണയം വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് പ്രിയങ്കരനായ ഹസൻ സഖാഫി വിശദീകരിച്ചത്, ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ. വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ. വല്ലാഹി പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. അതുകൊണ്ട് നമ്മൾ അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അതല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടില്ലേ? സമയത്ത് ഇത് പണയപ്പെടുത്തി എന്ന് എന്നോട് പറഞ്ഞത് ഒന്ന് എ പി അബൂബക്കർ മൗലവി തന്നെയാണ്. അയാൾ തന്നെയാണ് പറഞ്ഞത് പണയപ്പെടുത്തി എന്ന് പറഞ്ഞത്. എന്നാൽ ഇയാള് കളവ് പറയുന്ന ആളാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഇടയ്ക്ക് വന്ന് കയറിയ ഒരു ഉദാഹരണം ഇതാ. ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഈ കേരള ശബ്ദത്തില് ഈ കോളത്തിൽ നെളിഞ്ഞിരുന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയും മക്കളെ? അതുകൊണ്ട് ഇപ്പൊ മൈദനി ഇറങ്ങിയപ്പോഴാണല്ലോ ഇത് കുറച്ച് വലുതാവുന്ന് പേടിച്ചിട്ട് ഇല്ലാത്ത നോണ എ പി ഉസ്താദിന്റെ തിരുനാവ് കൊണ്ട്, ഇല്ലാത്ത നോണ എ പി ഉസ്താദിന്റെ തിരുനാവ് കൊണ്ട് എന്നെ പറ്റി പറഞ്ഞത്. അതെനിക്ക് വേദനയുണ്ട്. ഹദീസിന് അർത്ഥം വെക്കുമ്പോ ശേഖുന പറയും, വായ തുറന്നാലേ കളവ് പറയും. EMS നമ്പൂതിരിപ്പാടിന് വിക്കുണ്ടായപ്പോ അവർക്ക് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ വിക്ക് എപ്പോഴുണ്ടോന്ന് ചോദിച്ചു. ഈ വിക്ക് നിങ്ങൾക്ക് എപ്പോഴുണ്ടോ? ഇല്ല, സംസാരിക്കുമ്പോഴുണ്ടാവാറുള്ളതാണ്. ഇതേ രൂപത്തിൽ കളവ് നാവ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേ ഇവർക്ക് ഈ വിഷയമുള്ളൂ. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല. ഞാൻ വെറുതെ ഇയാളെ കളവ് പറയുന്ന ആളാണ് പറഞ്ഞത്. പച്ചക്കള്ളം തന്നെയാണ് ഇയാൾ പറയാറുള്ളത്. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഭൗതികമായ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇതല്ലാഹുവിന്റെ ദീനാണ്. ഷാർജയിൽ അദ്ദേഹത്തിന്റെ കൂടെ 8 റക്അത്ത് തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ച ഒട്ടനേകം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. നേരിൽ സംബന്ധിച്ച ആളുകൾ ഞാനുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അന്നും ഇദ്ദേഹത്തിന് പറ്റിയ അബദ്ധം ഒരു കളവ് പറഞ്ഞു. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിവാദമായി. ഇയാളെ ഈ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞു. 8 റക്അത്ത് തറാവീഹ് ഏതോ അറബികൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. ഇവിടെ വന്ന് 20 റക്അത്ത് എന്ന് പറയുന്ന ആള് അവിടെ പോയി 8 നിസ്കരിച്ചപ്പോ അതൊരു പ്രശ്നമാണ് എന്ന് കണ്ടപ്പോ ഉടനെ പറഞ്ഞു, അങ്ങനെ ഞാൻ തറാവീഹ് 8 നിസ്കരിച്ചു, ഞാൻ 20 നിസ്കരിച്ചത്. പിന്നെ തെളിവുകൾ നിരത്തിയിട്ട് കണ്ട ആളുകൾ കാര്യം തുറന്നു പറയാൻ തുടങ്ങിയപ്പോ ഇയാൾ പറഞ്ഞ്, ഞാൻ 8 റക്അത്ത് നിസ്കരിച്ച അയാൾ സലാം വെട്ടി നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് 8 റക്അത്തേ ഉള്ളൂ. ഞാൻ ഉടനെ പോയിട്ട് വരാന്തയെ പോയിട്ട് ബാക്കി 12 പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ പള്ളിക്ക് വരാന്തനല്ല. വിളിക്കലുണ്ടായിനോ? ഇതൊക്കെയാണോ ഔലിയാവിനെ ആലിമീങ്ങളെയും അപഹസിക്കാൻ വേണ്ടി പറയുന്ന പ്രയോഗങ്ങൾ? നാ കേട്ട പേരോടെ പുതിയ സംഭവം. അല്ലാഹു തആല എല്ലാത്തിനും മുകളിലാണ് കേട്ടോ. ഇതാ 3ാമത്തെ ഒരു മൗലിദ്. പ്രിയപ്പെട്ട പേരോടെ കളവ് പറയരുത്, പ്രിയപ്പെട്ട പേരോടെ കളവ് പറയരുത്. ഇത് പേരോട് കണ്ടിട്ടില്ലേ? ഇതിൽ റളിയല്ലാഹു അൻഹു ഇല്ലേ? എന്തുകൊണ്ട് മിണ്ടാതെന്നു? മറച്ചു വെച്ചത് എന്തിന്? ഇത് പേരോട് കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ പിന്നെ പറയും. പറയാതെ കളവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും മക്കളെ. സത്യമാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല. അതേ സമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായം താഴെ വസ്ത്രാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കാരണം എന്താ? ഹസീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല. പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കഞ്ഞു വെച്ച നോണയാണ്. അയാളെ ശരിയാണത്. വല്ലാഹി പറയാൻ പറ്റുന്നത് വല്ലാഹി പറയും, അല്ലെങ്കിൽ സുമ്മ വല്ലാഹി കൂട്ടി കൊടുക്കും, അല്ലെങ്കിൽ കല്ല് വെച്ച നോണാന്ന് പറയും. ഇതേപോലെ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആലിമ് ഇത്തരം പച്ചക്കള്ളം പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഈ പ്രസംഗം നടത്തേണ്ടി വന്നത്. ഇത് ചരിത്രം സൂക്ഷിക്കരുത്. എന്നെ പറ്റിയുള്ള ഇത്തരം ഒരു ആരോപണം നാട് നിങ്ങളെ പ്രചരിപ്പിച്ചിട്ട് കക്കാട് അന്നൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉലമാക്കൾ വേറുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഉറത്തുകളുടെ ജമിയത്തുൽ ഉലമയുടെ ആളുകളൊക്കെ ഉണ്ട്. ശരീഅത്തിനെതിര് ത്വരീഖത്തിൽ ഉണ്ടാകും എന്ന് കക്കാട് മൊഴിഞ്ഞു പറഞ്ഞു എന്ന പച്ച നോണ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചു നമ്മളൊക്കെ. ഞാനത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പറയില്ല. നേരത്തെ പറഞ്ഞ കളവ് പറഞ്ഞാൽ പിന്നെ കൂടണ്ട, ന്യായീകരിച്ച പോയ വഷളാവും. അതിന്റെ പേര് നല്ലത് പറഞ്ഞാൽ പോലെ. ഇവർ ഉടൻ തന്നെ മഴുജിൻ എന്ന് പറയുന്ന ലെറ്റർ പേഡിൽ ഇവര് മഴുജിൻ ലെറ്റർ പേഡിൽ തിരിച്ചുണ്ടാക്കി. ഞാൻ പറയാത്തത് ഇന്ത്യ സർക്കാരുടെ ലേഖനം അറിയാതെ എഴുതിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയച്ചു കൊടുത്തു എന്ന് 18-ാം തീയതി.
എന്നിട്ട് 19-ാം തീയതി സിറാജ് പത്രത്തിൽ വരിക. അത് 15-ാം തീയതി തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്നയാണ് പറയുന്നത്. തിരുത്തിയിട്ടുണ്ടോ? ഇവര് മുഴുവനും കളവ് പറഞ്ഞാലും, അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞാലും, അയാളെ മുരീദ് പറഞ്ഞാലും, ഓരോ ആത്മീയ നേതാക്കന്മാരൊക്കെ കളവ് പറഞ്ഞാലും കളവ് പറയാത്ത ചില ഹിന്ദുക്കൾ വരുന്നുണ്ട്. അതേതാ? മാംസബുക്കും സസ്യബുക്കും അല്ല, നമ്മുടെ ഫാക്സ് മെഷീൻ. ഫാക്സ് മെഷീൻ സത്യം പറയാലോ. ഇന്ത്യ ടുഡേയിലേക്ക് ചെന്നൈ ഓഫീസിലേക്ക് 18-ാം തീയതി ചന്ദ്രിക ന്യൂസ് കണ്ടപ്പോ ഇവർ അന്നേരം അയച്ചു കൊടുത്ത ഫാക്സിന്റെ കോപ്പി ചന്ദ്രികയിലേക്ക് ഇന്ത്യ ടുഡേ മദ്രാസിലെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിലുണ്ട് 18-ാം തീയതി ഉച്ചക്ക് 12:52-നാണ് ഈ ഫാക്സ് ചെയ്തത്. സമയം കറക്റ്റ് കമ്പ്യൂട്ടറോടെ കാണിച്ചിട്ടുണ്ട്. ഇയാൾ പറയാ 15-ാം തീയതി ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് കാക്കി ടൗസറത്തെ സിപ്പാഹിമാരാണെങ്കിൽ അത് മോളെ പേറ്റുകൂട്ടി കൊണ്ടുപോണ്ടായി നമുക്ക് കത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, 2 ദിവസം വൈകിയാന്നുള്ളത് സിപ്പാഹിമാരാണെങ്കിൽ. ഇത് ഫാക്സ് വിഷയമല്ല മക്കളെ. എല്ലാവരും നിങ്ങളെ പോലെ കളവ് പറയുന്ന ആളാ. അപ്പൊ ഇങ്ങനെ കളവ് പറയൽ മാത്രമാണ് ഇവരെ തൊഴിലിന് ബോധ്യപ്പെടുന്നതൊക്കെ കൊണ്ടുവരുന്നത്. അതെ, ഗംഭീരായിട്ടുണ്ട്. ഷെയ്ഖിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ശുദ്ധ നോണ, ഷെയ്ഖിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ശുദ്ധ നോണ ശിഷ്യൻ ഏറ്റു പറയാ. പ്രിയപ്പെട്ട പേരോടെ വസ്തുതാപരമായി കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ പറയുന്നത്. വിഘടിത സുന്നികൾ എന്ന് പറഞ്ഞ ഈ കൂട്ടർ വിഘടനവാദവുമായി സമസ്തയിൽ കലാപത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് എന്ന് രംഗപ്രവേശം കുറിച്ചിട്ടുണ്ടോ? അന്ന് മുതലുണ്ട് ഇത്തരം കലാപത്തുകളെ കുറിച്ചുള്ള കേൾവി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിഘടിത സംസ്ഥയുടെ നേതാവായിരുന്ന ഒരു തങ്ങൾ, അബ്ദുറഹ്മാൻ ഉള്ളാത്തങ്ങൾ എന്ന പേര് തന്നെ വ്യാജമാണ്. തിരുവനന്തപുരത്തുകാരനായ തങ്ങൾ, ഉള്ളാത്തങ്ങളുടെ പേര് പോലും കടമെടുത്തുകൊണ്ട് പറയപ്പെടുന്ന തങ്ങൾ, ഞാനതിനെ വിമർശിക്കുകയല്ല. അദ്ദേഹം അന്ന് അൽഐനിൽ പോയി. UAE അൽഐനിൽ പോയപ്പോൾ ഇവിടെയുള്ള നോട്ടീസ്, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നോട്ടീസിൽ വെണ്ടക്ക് നിരത്തി. അൽഐൻ വിമാനത്താവളത്തിൽ ഉള്ളാത്തങ്ങൾക്ക് ഗംഭീര വരവേൽപ്പ്. അൽഐനിൽ നിന്ന് വിമാനത്താവളം പോലുമില്ലെന്ന സത്യം പോലും ഇക്കൂട്ടർ കാണാതെ പോയി. അന്ധമായി ആളെ പൊലിപ്പിച്ച് കാണിക്കുന്ന ആ തത്രപ്പാടിനിടയിൽ അൽഐനിൽ വിമാനത്താവളമില്ലെന്ന നഗ്നസത്യം പോലും മറന്നുപോയി. ഉത്തരണ ഫിർദൗസിൽ കയറ്റി മാനുസ്ലിയാർ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പത്രത്തിലൂടെ ഫിർദൗസിന്റെ മാഗസിനിലൂടെ തുറന്നടിച്ചു, ഇല്ലാത്ത വിമാനത്താവളത്തിൽ ഉള്ള ആൾക്ക് സ്വീകരണം. വിമാനത്താവളം ഇല്ല, ഉള്ള ആൾക്ക് ഇവിടെ സ്വീകരണം. ഞാൻ ചുരുക്കി പറഞ്ഞത് കള്ളത്തരങ്ങൾ പറഞ്ഞ് കല്ലുവെച്ച നുണകൾ കൊണ്ട് സമൂഹത്തിലെ ചില വിഡ്ഢികളായ മന്ദബുദ്ധികളായ കുഞ്ഞാടുകളുടെ തക്ബീർ മാത്രമല്ലാതെ എന്ത് കിട്ടാനാ? എന്തൊക്കെ കള്ളത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞുപോയി. അപ്പൊ കേട്ടില്ലേ? നുണകളുടെ പരമ്പര. നുണകൾ ഇവരുടെ തന്നെ നേതാക്കന്മാര് പറഞ്ഞത് ശിഷ്യന്മാരും മറ്റുള്ളവരും കൃത്യമായി തന്നെ രേഖപ്പെടുത്തി സദസ്സ് തീരുമാനിക്കുക. റെക്സോണ കൊണ്ട് മാറുമോ, ഏത് കഴുകിയാലാ ഇനി ഇരുന്ന് രക്ഷപ്പെടുക എന്ന്. അപ്പൊ ഇത് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പറയിപ്പിക്കുകയാണ്, കേൾപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വന്നത്. ഇനി സഹോദരന്മാരെ, ഇദ്ദേഹം പറയുന്നു എന്താണ്? മൗലവി പറഞ്ഞിട്ട് അല്ലെങ്കിൽ പല സ്ഥലത്തും കുബ്ബയെ എതിർക്കുന്നു. എന്നാൽ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ ഈജിപ്തിൽ ഈ അടുത്ത് പോയപ്പോൾ പോലും ആ കുബ്ബ കണ്ടിട്ടുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബഹുമാനത്തോട് യോജിക്കുന്ന നിലക്ക് മനോഹരമായ കുബ്ബ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്തും പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമായ കുബ്ബ വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ അതേ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന്റെ മീതെ എടുത്ത കുബ്ബ, ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ടെടുത്ത കുബ്ബ, അത് പൊളിച്ചു നീക്കാൻ വേണ്ടി ഷാഫി മദ്ഹബിലെ പ്രമുഖന്മാരായ ഒരു സംഘം ആളുകൾ ഫത്വ നൽകിയതായിട്ട് അതാ നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തുകയാണ്. വലഖദ് അഫ്താ ജമാഅത്തും മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ വഇൻ സുരിഫ അലൈഹാ ഉലൂഫും മിനദ് ദനാനീർ. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ട് നിർമ്മിച്ച ഖുബ്ബയായി